കൂട്ടുകാരെ, നമ്മുടെ പുതിയ ഐറ്റം കണ്ടോ? പൊളി സാധനമാണ് ഇത്. നമ്മുടെ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ നമ്മുടെ ഓണം എപ്പിസോഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഐറ്റമായ പൈനാപ്പിൾ പച്ചടിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. എന്താ? ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൈനാപ്പിൾ പച്ചടിയാണല്ലോ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലോട്ടിടാം. ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു ശകലം മുളക് പൊടി, മഞ്ഞ നിറത്തിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഇതിൻ്റെ അരക്കപ്പ് വെള്ളം ഒഴിക്കാം. നമുക്കൊന്ന് ഇളക്കാം. ഇതെല്ലാം നമ്മൾ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്യാം. നല്ല തിളയ്ക്കും വരെ ഹൈ ഫ്ലെയിമിലിടണം. എന്നിട്ട് നല്ല തിളച്ച് കഴിയുമ്പം അടച്ച് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് വേവിച്ചെടുക്കണം. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനകത്തേക്ക് നമുക്ക് പൈനാപ്പിൾ പുളി ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് മധുരം, ഇതിപ്പോൾ ഇച്ചിരി മധുരമുള്ള പൈനാപ്പിളാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചെറിയ 2 കഷ്ണം ശർക്കരയും കൂടെ ചേർക്കുന്നു. മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെക്കാം. നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ ഇത്രയും ജീരകം നല്ല കുഴമ്പ് പരുവത്തിൽ നരച്ചുകൊണ്ട് വരട്ടെ. മുമ്പ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ ബാക്കി അരക്കപ്പ് വെള്ളമൂടെ ചേർക്കാം. നമ്മൾ നല്ല പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണ്ട് ഒരു സ്പൂണിന് കണ്ട് ഇത്രയും കടുക് ഒന്ന് ചതച്ചെടുക്കണം. കടുക് ഒത്തിരി അരഞ്ഞു പോകരുത്, ചതച്ചെടുത്താൽ മതി. പൈനാപ്പിളേ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. വഴിയുടെ പൈനാപ്പിൾ നല്ലപോലെ വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ടേ. നമ്മൾ അരച്ച് വെച്ചേക്കിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ശകലം വെള്ളം ചേർക്കാം. ചെറു തീയിലിട്ട് അരപ്പൊന്ന് ചൂടാക്കാം. അരപ്പ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. 1 കപ്പ് തൈര് നമ്മൾ കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി പുളിയുള്ള തൈരല്ല, പുളി കുറവുള്ള തൈരാണിത്. അരപ്പൊന്ന് തണുക്കട്ടെ. അരപ്പൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് ആറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉടച്ചു വെച്ചേക്കാൻ തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. നല്ലപോലെ യോജിപ്പിക്കാം. നമുക്ക് വാങ്ങി വെക്കാം. ഓൺ ചെയ്ത് കടുക് താളിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇട്ടിയെടുക്കാം. പച്ചമുളക്, കറിവേപ്പില, കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ പുതിയ ഐറ്റം പൈനാപ്പിൾ പച്ചടിയാണ്. ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയിലൂടെ നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.